കാവക്കൂത്ത് ആരംഭിക്കുമ്പോൾ ദേശവാസികളും നാട്ടുകാരും വെളിച്ചപ്പാടും കമ്മിറ്റിക്കാരും എല്ലാവരും ചേർന്നുകൊണ്ട് ദേവിയെ തിരുസന്നിധിയിൽ നിന്ന് വിളക്ക് കൊളുത്തി ആ ചൈതന്യം ദേവിയുടെ ചൈതന്യമാണ് ഈ വിളക്ക് എന്ന അടിസ്ഥാനത്തിൽ കൂത്തുമാടത്തിലേക്ക് ആനയിച്ചുകൊണ്ട് എല്ലാവരെയും അരിയെറിഞ്ഞ് പ്രസാദിച്ചുകൊണ്ട് ഉള്ള ചടങ്ങാണ്. ഇതിന് ഗണപതി സ്തുതി എന്ന് പറയും. ആ ഗണപതി വിഘ്നേശ്വരനെ വണങ്ങിക്കൊണ്ടുള്ള ആദ്യ ചടങ്ങാണ്. തിരുമുഖവൻ ഗണപതി കൂറ്റമാനവർ ഉറയും ഗണപതി കുംഭുശേഖര കുടയ ഗണപതി കുമാരൻ ഗണപതിയേ പഞ്ചരേ കുല ചെയ്യും ഗണപതി മാലിൻ മരുമകനായ ഗണപതി പാണിനാടരും മണ്ണിനാടരും വാഴ്ത്തും ഗണപതിയേ തന്നൈ താനായി താനായി താതന്നൈ താനായി താനായി തന്തന്നെ താനായി താനായി താതന്നൈ താനായി താനായി തന്തന്നെ താനായി താനായി താതന്നൈ താനായി താനായി തന്തന്നെ താനതന്നെ രാമായണം ഭാരതീയ പുരാണങ്ങളിൽ അത്യുന്നതമായ ഒന്നാണ് രാമായണം. വാൽമീകി മഹർഷി ഈ പുരാണകഥ ആദ്യമായി സംസ്കൃതത്തിൽ എഴുതി. പിൽക്കാലത്ത് ഈ പുരാണം പല ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് സൂര്യവംശ രാജാക്കന്മാരുടെ കഥയാണ്. കഥാനായകനോ ശ്രീരാമനും. മഹാവിഷ്ണുവിന്റെ അവതാരമായ രാമൻ സ്നേഹവും സ്വഭാവഗുണവുമുള്ള ഒരു നല്ല മനുഷ്യനും രാജാവുമായിരുന്നു. തുതി കൊണ്ടു നിന്നടി തൊഴും കരുണൈതാ തമിഴ് തൊടുക്കിന്റെ ബഹുവിദ്യതാ സുഖശീരണ പെരുമൈതാ അതികൊണ്ടു പുത്രമിത്രാർത്ഥക്കളത്രാദികൾ പരുന്തുതാൻ വന്നവരതാ മന്നം പടക്കിന്റെ കനകമസുതാ
കമ്പക്കടകരി മുഖവാഗണപതി കരുളിയ ചാചാജം പരിയോട വിപുലിയപ്പം തരുവേങ്കാഠാടം നിക്കടിമല വെച്ചിത തൊഴുതെ പക്ഷം പലകനി പത്തും തരുവേൻ പാദം മരുവിയ ഉദവിയ ഗണപതിയരലാവശാസഹരക്ഷ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. വന്തവടത്തിൽ ഗണപതി വിഘ്നേശ്വരരെ സ്തോത്രം ചെയ്തുകൊള്ളതാ. മൂഷിക വാഹന മോദകഹസ്ത വാമനരൂപ മഹേശ്വര വിഘ്നവിനായക പാദം നമസ്തേ. ഉന്നേ ദേവകൾ മുറയിട്ടേവരും മൂഷിക വാഹനരേ ഗണപതി ചക്കിട്ടേവരുമുത്തിച്ചൊരു മുതലേ കണ്ടക്കാലിലടിந்த ചിലമ്പ് ചരഞ്ചല വിഞ്ചിടവേ സംഘത്തേറിയിട്ടേ തവിടോതിയ ഷൺമുഖനേ കണ്ടത്തേവകൾ വന്നീ കൈതൊഴുമരുകിയ മരുപോനേ മരനാടരുടിയ മയാ തിരുമകനായ ഷൺമുഖനേ തുണ്ടക്കാവിനിൽ മേലി വളം തൊപ്പവകിത്തോനേ ചൊല്ലിത്തൊഴുവോ നല്ലൽ പടുവതു തോളിൽ പറ്ററുമേ മൂഷിക വാഹന മോദകഹസ്ത രാമകർണ വിളംബിയ വാമനരൂപ മഹേശ്വര വിഘ്നവിനായക പാദം നമസ്തേ. നമുക്ക് കമ്പനാടകം തന്ന് നമ്മെ രക്ഷിക്കപ്പെട്ടതാണ് നമ്മുടെ മാതാവാണ് ആര്യങ്കാവിൽ ഭഗവതി. ശ്രീപാദം നമസ്കാരം. ശ്രീ മാരിയമ്മൻ. ശ്രീപാദം നമസ്കാരം. ഇവിടെ എല്ലാ ദേവി ദേവന്മാർക്കും അനന്തം കോടി ശ്രീപാദം ശ്രീപാദം നമസ്കാരം. ഇനി നമുക്ക് ഹരിയോം നമ ഹരിയോം നമ എങ്കുറെ അക്ഷരത്തെ ഉപദേശം ചെയ്തു തരപ്പെട്ടതാണ് നമ്മുടെ ഗുരുവാന ചിന്നത്തമ്പി പുലവര്. ശ്രീപാദം നമസ്കാരം. ലക്ഷ്മണ പുലവർ. ശ്രീപാദം നമസ്കാരം. കുട്ടിപ്പുലവർ. ശ്രീപാദം നമസ്കാരം. ഇവിടെ മൺമറഞ്ഞു പോയ എല്ലാ ഗുരുനാഥന്മാർക്കും അനന്തം കോടി ശ്രീപാദം നമസ്കാരം. നാമളം പോയി വിടുവോം ഹരി ഗോവിന്ദ 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 ഗോവിന്ദ. നാരായണ നാരായണ. നമസ്കാരം നമസ്കാരം വിദൂഷകരെ. ദശമുഖനായ പുലസ്ത്യ കുലവംശജനായ ലങ്കാമന്നൻ രാവണന്റെ സജ്ജനോപദ്രവം ശോകാത്മകമായിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ വിദൂഷകരെ? ദുഷ്ടന്മാർ ചെയ്തു വരുന്ന സജ്ജനോപദ്രവം ഋഷീശ്വരന്മാർ നടത്തി വരുന്ന യാഗം ജപം തപം ഇതുകളെല്ലാം മുടക്കി വരുന്നു. അതുകൊണ്ട് ഭൂമിദേവി ദുഷ്ടന്മാരുടെ ഭൂഭാരം സഹിക്കാതെ ഗോരൂപമെടുത്ത് ഈ ലോകത്തിൽ സ്തനഹാദികളായ മഹിഷിമാരോടുകൂടി സങ്കടം അറിയിച്ചു കഴിഞ്ഞു. ഇന്ദ്രാദിദേവന്മാരെയും കൂട്ടി സത്യലോകത്ത് ബ്രഹ്മദേവന്മാരെ കണ്ട് സങ്കടം പറയുന്നു. ബ്രഹ്മാവ് സൃഷ്ടി തൊഴിൽ ചെയ്തു വരുന്ന എനിക്ക് രാവണ നിഗ്രഹം അസാധ്യമാണെന്ന് പറയുന്നത് കേട്ടില്ലേ? ബ്രഹ്മാദിദേവന്മാർ ചേർന്നുകൊണ്ട് കൈലാസത്തിലെത്തി സംഹാരമൂർത്തിയായ പരമേശ്വരനെ കണ്ട് സങ്കടമുണർത്തിക്കുകയാണ്. ഹേ ബ്രഹ്മാദിദേവന്മാരെ, ഭൂമിദേവി രാവണാദി രാക്ഷസന്മാർ എന്റെ ഭക്തന്മാരാണ്. ഭക്തന്മാരെ നിഗ്രഹിച്ചാൽ ഭക്താനുഗ്രഹ നിഗ്രഹ തൽപരൻ എന്ന അപകീർത്തി ഉണ്ടാകും. നമുക്ക് ശ്രീപാലാഴിയിൽ പോയി നാരായണ സ്വാമിയെ കാണാമെന്ന് പറഞ്ഞ് വൈകുണ്ഠ ലോകത്തിൽ നാരായണനെ സ്തുതിക്കുകയും ഇതാ കേൾക്കുന്നില്ലേ? പരബ്രഹ്മസ്വരൂപാ ശരണം. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക ശരണം. അതിന്
നാരായണ സ്വാമി എന്ത് പരിഹാരമാണ് കാണുവാൻ പോകുന്നത്? അദ്ദേഹം ശിവബ്രഹ്മാദി ദേവന്മാരെ നോക്കി പറയുന്നു, ഞാൻ ഭൂതം ഭാവി വർത്തമാനങ്ങളെ സുവ്യക്തമായി കാണുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ അയോധ്യാപതിയായ ഇക്ഷാകു മുതൽ 101 രാജാക്കന്മാർ ഭരിച്ചു വരുന്ന രാജാവായ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി അവതരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്റെ ആത്മാംശങ്ങൾ കൊണ്ട് ഭൂമിയിൽ ജനിക്കുവിൻ. നിങ്ങളുടെ സഹായത്തോടു കൂടി ദുഷ്ടന്മാരായ രാവണാദി രാക്ഷസന്മാരെ എല്ലാം സംഹരിച്ചുകൊണ്ട് ധർമ്മത്തെ നിലനിർത്താം. നിങ്ങൾ വിടവെച്ചുകൊള്ളുവിൻ. അപ്പോൾ നമുക്ക് ഭഗവാന്റെ അവതാരത്തിനായി കാത്തിരിക്കാമല്ലേ? അതെ അതെ, മതി മതി, അതുമതി. സജ്ജനർക്ക് അതുമതി, അന്തണർക്ക് അതുമതി. ഭഗവാന്റെ കാരുണ്യത്താൽ അയോധ്യാപതി 60,000 സംവത്സരം പുത്രന്മാരില്ലാതെ പുത്രകാമേഷ്ടിയാഗം ചെയ്ത് സന്താനധന ഭാഗ്യവാനായി നാമകരണം കഴിഞ്ഞ് ആനയേറ്റം, കുതിരയേറ്റം, വിദ്യാഭ്യാസവും കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ അയോധ്യയിലെത്തി. പുത്രന്മാരെ യാഗരക്ഷയ്ക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. യാഗരക്ഷ കഴിഞ്ഞു അവർ ജനകപുരിയിലെത്തി. അതാ നോക്കൂ, മിഥിലാ രാജ്യത്തിൽ കല്യാണത്തിന്റെ ആരവങ്ങൾ കേൾക്കുന്നില്ലേ? ഹേ ഗണന്മാരെ, ശിവദത്തമായ ത്രയംബകം എന്ന വില്ല് വേദിയിൽ കൊണ്ടുവന്ന് വെക്കൂ. ഓം ഹൈ 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 ഓം. വിവാഹം മംഗളം ശുഭം, വിവാഹം മംഗളം ശുഭം, വിവാഹം മംഗളം ശുഭം.
പുലത്തിറ്റാകി അവിയകത്തുറകളാകി ഐങ്കിണൈ നെറിയാളാകി ചവിയുറ തെളിந்த തണ്ണഞ്ചൊഴുക്കവും തഴുവിച്ചാണ്ടോ കവിയന കിടந்த ഗോദാപുരിയനേ വരായ് സ്വദർശനം ശരണമേ ശരണം ശ്രീരാമചന്ദ്ര പ്രഭു. നോക്കൂ, ഈ ഗോദാവരി നദി ഭൂമിക്ക് തന്നെ ഒരു അലങ്കാരമായി ശോഭിക്കുന്നത് കണ്ടില്ലേ? നമ്മൾ മാതൃരാജ്ഞ പരിപാലനം ചെയ്യുന്നതിന് വേണ്ടി അയോധ്യ രാജ്യത്തിൽ നിന്ന് പുറപ്പെട്ട് 14 സംവത്സരം നരവരിയുടത്തെ വർക്കാവലിത്തെ വാനപ്രസ്ഥാനത്തെ കൈക്കൊണ്ട് സരയൂ നദി ചിത്രകൂടം ദണ്ഡകാരണ്യം വഴിയായി പഞ്ചവടിയായ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പുണ്യഭൂമിയിൽ ഒരു പർണശാല നിർമ്മിക്കുന്നു ലക്ഷ്മണ. കൽപ്പന പോലെ ജ്യേഷ്ഠ. എങ്കും തിരിയുമുഴമായിടം ഏനം കരടി പുലിയാളി സിംഗം തിരിവതനയന്തൻ തിരുഞ്ഞാളൊലിയിൽ വനത്തിൽ നോക്കുന്ന സമയത്തെ കാട്ടുമൃഗങ്ങളെ കാണുന്നത് സീതാദേവിക്ക് ഭയം വരും. ഈ വനത്തിലെ കാട്ടുമൃഗങ്ങൾ ഓടിപ്പോകുവാൻ വില്ല് വളച്ച് വിൽത്തുനി കേൾപ്പിക്കാം. എടാ എടാ സ്മാപ്പൈ. മൃഗങ്ങളെല്ലാം ഓടി ഒളിച്ച സമയത്ത് അതാ ആകാശത്തു നിന്നും ഒരു വാൾ വരുന്നു. ഈശ്വരാനുഗ്രഹം തന്നെ. ഈ വാൾ കൊണ്ട് ഈ കാണുന്ന വൃക്ഷത്തെ മുറിക്കാം. അയ്യോ, വൃക്ഷം മുറിച്ച സമയത്തിൽ അതിന്റെ വെട്ടേറ്റ് കൊണ്ട് ഒരു ശരീരമല്ലവാ മരിച്ചു വീണത്. ഈ വൃക്ഷവും വേണ്ട, ഈ വനവും വേണ്ട. വേറൊരു വനത്തിൽ ചെങ്ക മരത്തെ ഗുണത്തെ പാത്ത് അറിയുകാൽകൾ നാട്ടി അഴുതിയോ ഉത്തരങ്ങൾ ചാത്തി മാറിയ ശരയൊന്നും മനത്തു അതാ ദൂരെ ഒരു വനം കാണുന്നു. അതിൽ പർണശാലയ്ക്ക് അനുയോജ്യമായ വൃക്ഷവും കാണുന്നു. ഈ വൃക്ഷത്തെ മുറിക്കാം. നല്ല കാതലുള്ള വൃക്ഷം. 12 കാലുകൾ, ഉത്തരങ്ങൾ, കഴുക്കോൽ, പട്ടിക മുതലായവ എടുത്ത് പർണശാല നിർമ്മിക്കാൻ പോകാം. ഹായ് ഹേ ഹായ് ഹേ ഹായ് ഹേ. മുന്നിൽ ഒരു കാൽ.
കേരാ. പിന്നിലും ഒരു കാൽ കേരാ. ഏയ് ജ്യേഷ്ഠ, ഞാൻ നല്ല ഒരു വൃക്ഷത്തെ മുറിച്ച സമയത്ത് ഒരു ദുഷ്ടന്റെ ശരീരം 2 കഷ്ണമായി മുറിഞ്ഞു വീണു. അതിൽ വല്ല ആപത്ത് വിപത്ത് വരുമോ അറിയില്ല. വേറൊരു വൃക്ഷത്തെ മുറിച്ച് ശാസ്ത്രവിധി പ്രകാരം ഒരു പർണശാല നിർമ്മിച്ചു. ദേവിയോടുകൂടി നിങ്ങൾ ഇതിൽ വസിക്കുക. ഞാൻ പുറത്തു നിന്നും യാതൊരു വിപത്തും വരാതെ കാത്തുകൊള്ളാം. സീതേ, ലക്ഷ്മണൻ നിർമ്മിച്ച പർണശാലയെ നോക്കൂ. മായം നീങ്ങിന ചിന്തതി മാമரை தூய பால்கடல் வைகுண்டம் சொல்லன ஆயக்கங்கையரும் புனலண்டவே ഏയമെന്തിതമൈത്തനശാലയേ. അജ്ഞാനം നീങ്ങിയ മനസ്സോടുകൂടിയും മഹത്വമേറിയ വേദങ്ങളെയും പരിചിതമായ പാൽക്കടൽ പോലെയും ആകാശഗംഗയെയും എല്ലാം ഇതിന് ഉപമയായി പറയാവുന്നതാണ്. ഈ ശുഭമുഹൂർത്തത്തിൽ ഇതിൽ നമുക്ക് അധിവാസം ചെയ്യാം. ജാനകി, അങ്ങയുടെ ഇഷ്ടം പോലെ സ്വാമിൻ. പൊന്നിനതാകിയതായി കതിരാൽ ചേണി ചുടർകിன்றതിൻ ചെവികാൽ മാണിക്യമയത്തൊരു മാനുളതാൻ കാണത്തക്കുമോ ഇതു കാരണേ. ശരണം കണവാ. നോക്കൂ, മാറ്റുകൂടിയ തങ്കത്തേക്കാൾ ദേഹലാഭയോടുകൂടിയ ഒരു മാൻ കളിക്കുന്നത് കണ്ടില്ലേ? ഈ മാനിനെ വളർത്തുവാനായി പിടിച്ചു തരണമേ സ്വാമി. ലക്ഷ്മണ, ഈ മാനിനെ നോക്കൂ. ഈ മാനിന് സമാനമായി ബ്രഹ്മസൃഷ്ടിയുള്ള ഒന്നിനെയും ഉപമിച്ച് പറയുവാൻ കഴിയുന്നില്ലല്ലോ. സീത ഈ മാനിനെ കണ്ട് മോഹിച്ച് പിടിച്ചതാണെന്ന് പറയുന്നു. ഇത് യാഥാർത്ഥ്യമായ മാനാണോ എന്ന് നോക്കി പറയൂ ലക്ഷ്മണ. കൽപ്പന പോലെ ജ്യേഷ്ഠ, ഞാൻ നോക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമായ മൃഗമല്ല. മാനിനെ അഴിച്ച് ഇവരിൽ ചില രാക്ഷസന്മാർ നിൽക്കുന്നു. യാഥാർത്ഥ്യം ജ്യേഷ്ഠനെ ബോധിപ്പിക്കാം. ഹേ ജ്യേഷ്ഠ, വിശ്വാമിത്ര മഹർഷിയുടെ യാഗം മുടക്കുവാൻ വന്ന മാരീചനാണ് മാൻവേഷത്തിൽ വന്നിരിക്കുന്നത്. ഈ മാൻവേട്ട നമുക്ക് ഉപേക്ഷിക്കാം ജ്യേഷ്ഠ. സീതയുടെ അഭിഷ്ടം സാധിക്കുന്നതിനായി ഞാൻ ഈ മാനിനെ പിടിക്കുവാൻ പോകുന്നു. ഞാൻ മടങ്ങി വരുന്നതുവരെ സീതയെയും പർണശാലയെയും കാത്തുകൊള്ളുക. ഈ മാനിനെ ഒന്ന് പിടിച്ചു നോക്കട്ടെ. ഇങ്ങ വാ മാനി, ഇപ്പടി വാ മാനി, ഇങ്ങ വാ മാനി, ഇങ്ങ വാ, ഇപ്പടി വാ, ഇങ്ങ വാ, ഇപ്പടി വാ. ഏയ്, മാനിനെ പിടിക്കാൻ പറ്റുന്നില്ല. ഈ കനകമൃഗമേ, ஓடாதே நீ எங்கும் வந்தார் உன்னை விரும்பி நான் வந்தேன். ஸ்ரீரா கமல சீதேவி சென்று பிடித்து தாவினார். வாரா வாரா மானே நீ மறுபூங்குழலி பலக்கின்றார். தாராசுர பூனாகி ദശയായിന്ദ്ര കടൽവായി. മാനെ, മാനിന്റെ കണ്ണുപോലെ നിഷ്ഠയുള്ള എന്റെ ധർമ്മപത്നിയായ സീതയുടെ ആവശ്യാർത്ഥം ഞങ്ങളുടെ അടുത്ത് വരുന്നതായ നിനക്ക് പാൽ, പഴം മുതലായ മധുര പദാർത്ഥങ്ങളെ തമ്മിൽ രക്ഷിക്കുന്നതാണ്. മാനിനെ പിടികിട്ടുന്നില്ല. ലക്ഷ്മണൻ പറഞ്ഞത് ശരിയാണ്. ഈ മാനിനെ പിടിക്കാൻ സാധിക്കുന്നില്ല. ഈ മാൻ വേണ്ടാം വേണ്ടാം എന്ന് പറയുമ്പോഴും മാൻ മുന്നിലൂടെ ഓടി 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 അല്ലവാ കളിക്കുന്നത്. അമ്പട മാനെ, ഒന്നുകൂടി പിടിച്ചു നോക്കാം. ഇങ്ങ വാ മാനെ, ഇപ്പടി വാ മാനെ, ഇങ്ങ വാ മാനെ, ഇങ്ങ വാ, ഇപ്പടി വാ, ഇങ്ങ വാ, ഇപ്പടി വാ. ഏയ്, മാനിനെ പിടികിട്ടുന്നില്ല. ഈ കുഴിയിൽ ചാടിയാൽ അതാ കുന്നിൽ പോകുന്നു. കുന്നിൽ പോയാലോ അതാ കുഴിയിൽ ചാടുന്നു. കുഞ്ഞിടയി വരും മേഘക്കുറവിളി കുടിക്കും കൂടെ. മാനിനെ അസ്ത്രമയച്ച് നിഗ്രഹിക്കുന്നില്ല. എടാ എടാ സ്മാപ്പൈ. അയ്യോ അയ്യോ സീതേ, കായ് ലക്ഷ്മണ. மானின் பிறகே என் விதியால் வந்தேன். பல
തക്കമായത്താൽ കാനിലിനെ കൊല്ലുകിറായി കാപ്പായെന്തിയലക്കുവനേ മൊഴിയായി ജനകനരുൾ സീതേ നീയും എഴുന്തനയോ കാനിലെന്നെ കൊല്ലുന്നൈ വന്ന് എന്നെ കാമായോ മാനിനെ പിടിക്കുവാൻ വന്ന ഞാൻ വിധിവശം നിമിത്തം രാക്ഷസന്മാരുടെ മഹാമായത്തിൽ അകപ്പെട്ടുകൊണ്ട് എന്നെ അവർ കൊല്ലുന്നതിന് മുന്നേ നിന്നെ വന്നുകൊണ്ട് രക്ഷിക്കണേ ലക്ഷ്മണ. അയ്യോ അയ്യോ ആരായി സീതേ. ലക്ഷ്മണൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. മാരീതനല്ലേ വലിച്ചു വീണത്. ഈ രാക്ഷസൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത് സീത കേട്ടാലും ലക്ഷ്മണൻ കേൾക്കാതിരിക്കട്ടെ. കുറച്ചു നേരം ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇരുന്ന് ക്ഷീണ തീർക്കാം. കുറ്റം വീണ്ട ഹേ ലക്ഷ്മണ, ജ്യേഷ്ഠന്റെ ദീനവിലാപം കേട്ട് യാതൊരു ഭയവുമില്ലാതെ നിൽക്കുന്നു ഇവിടെ. അതിവേഗം ജ്യേഷ്ഠനെ അന്വേഷിച്ചു പോകൂ. ദേവി, അവിടുന്ന് അവിവേകമായി സംസാരിക്കുന്നത് കഷ്ടമാണ്. ഞാൻ പർണശാലയ്ക്ക് ചുറ്റും 3 രേഖ വരയ്ക്കാം. ഒരു കാരണവശാലും ഈ രേഖകൾ മുറിച്ചു വരുന്നത് വലിയ ആപത്തായിരിക്കും. എന്തു വന്നാലും ജഡായുദേവർ കാത്തുകൊള്ളട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ജ്യേഷ്ഠനെ അന്വേഷിച്ചു പോകാം. ശ്രീമൻ നാരായണ ശരണം. പരബ്രഹ്മസ്വരൂപ ശരണം. അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായക ശരണം. ഈ വനത്തിലും ജ്യേഷ്ഠനെ കാണുന്നില്ല. വേറൊരു വനത്തിൽ പോയി നോക്കാം. ലങ്കാമന്നൻ, ദശഗ്രീവൻ, ദശമൗഢ സിംഹാസനൻ, സാമവേദ സാധകൻ, അഷ്ടകഥ യുദ്ധപ്രിയൻ, കൈലാസോദ്ധാരകൻ, മാരീകമാവൻ രാമനെയും ലക്ഷ്മണനെയും പർണശാലയിൽ നിന്ന് അകറ്റിയല്ലോ. രാവണനായ ഞാൻ സന്യാസി വേഷത്തിൽ സീതയുടെ സമീപത്തിൽ പോവാം. ഭിക്ഷാന്തി ഭിക്ഷാന്തി ഹരി ഓം ഹരി അച്യുതം കേശവം നാരായണം ഹരി കൃഷ്ണദാമോദരം വാസുദേവം ഹരി ശ്രീധരം മാധവം ഗോപികാവല്ലഭൻ വിഷ്ണുനാരായണം രാമചന്ദ്രം ഹരേ വിഷ്ണുനാരായണം രാമചന്ദ്രൻ ഹരേ ജാനകി നായകൻ രാമചന്ദ്രൻ ഹരേ അച്യുതം കേശവം നാരായണം ഹരേ കൃഷ്ണദാമോദരം വാസുദേവം ഹരേ ഹര ഹര ശിവ ശിവ മാദേവ ശംഭോ തിങ്കളയാൾ ശിവ ശിവ ഗജമുഖ ഗണനാഥ ശംഭോ ശിവ ഗുണവന്ദിത ഗുണ